ഏഴാമത് കാസർഗോഡ് ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് കാനങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. ചിന്മയ മിഷൻ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. യോഗാസന കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് ഏഴാമത് കാസർഗോഡ് ജില്ലാ യോഗാസന ചാമ്പ്യൻഷിപ്പ് കാനങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചത്. ചിന്മയ മിഷൻ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗാസന കായിക രംഗത്തിന്റെ വളർച്ചയ്ക്കും യുവതലമുറയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്തരം മത്സരങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാശക്തിയെ തെളിച്ചു കൊണ്ടുവന്ന് അതിനോടുള്ള സംയോജനം, അതിനോടുള്ള ചേർച്ച, നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ശരീര മനോബുദ്ധികളാണെന്നുള്ള ആ തെറ്റായിട്ടുള്ള ധാരണ മാറ്റി ശരീരത്തിനപ്പുറം, മനസ്സിനപ്പുറം, നമ്മുടെ ബുദ്ധിക്കപ്പുറം ഒരു മഹാശക്തി ഈ ശരീര മനോബുദ്ധികളെ ക്ഷമതയുള്ളതാക്കി തീർക്കുന്നു, അതിനെ ശാക്തീകരിക്കുന്നു, അതിനെന്താ ജീവന്റെ തുടിപ്പ് നൽകുന്നു, അതിനെ പ്രവർത്തനക്ഷമമാക്കുന്നു. അപ്പം ഈ വസ്തുതയിലേക്ക് നമ്മുടെ ബുദ്ധിയെ ഉണർത്തുന്നു. ചടങ്ങിൽ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യനായ ശംഭു നമ്പൂതിരി, നാഷണൽ ജഡ്ജ് ട്രെയിനിംഗ് പ്രോഗ്രാം പൂർത്തിയാക്കിയ അനിൽകുമാർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ചിന്മയ വിദ്യാലയം പ്രിൻസിപ്പൽ സി ചന്ദ്രൻ, യോഗാസന കാസർഗോഡ് രക്ഷാധികാരി ഡോക്ടർ ശിവരായി ഭട്ട് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് തേജകുമാരി സ്വാഗതവും പി അനിൽകുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പരമ്പരാഗത, ആർട്ടിസ്റ്റിക്, റിതമിക് തുടങ്ങിയ ഇനങ്ങളിലായി മത്സരാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. സംസ്ഥാന ദേശീയതല മത്സരങ്ങൾക്ക് യോഗ്യരായ താരങ്ങളെ കണ്ടെത്തുന്നതിനും ജില്ലയിൽ യോഗാസന കായിക രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാനങ്ങാട്.